സർക്കാർ സംഘടിപ്പിക്കുന്ന ന്യൂനപക്ഷ സെമിനാറിനെ വിമർശിച്ച് തലശ്ശേരി ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി. ന്യൂനപക്ഷ സെമിനാർ ആത്മാർത്ഥതയില്ലാത്ത തീരുമാനം, പല കാര്യങ്ങളിലും ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നീതിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്നില്ല എന്നും മാർ ജോസഫ് പാംബ്ലാനി പറഞ്ഞു. ഏതൊരു നീക്കത്തെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതൊന്നും ഞങ്ങൾക്കെതിരുള്ള കാര്യമല്ല. പക്ഷേ ഇവിടെ ഈ ജോലി ചെയ്തിട്ട് കൂലി കിട്ടാത്ത അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാത്തിടത്തോളം കാലം ഈ പറയുന്നതൊന്നും ആത്മാർത്ഥതയില്ലാത്ത കാര്യങ്ങളാണ് എന്ന് ഞങ്ങൾ ചിന്തിക്കും. പല കാര്യങ്ങളിലും ന്യൂനപക്ഷങ്ങൾക്ക് അർഹതപ്പെട്ട നീതിപൂർവമായ കാര്യങ്ങൾ അവഗണിക്കപ്പെടുന്നു എന്നുള്ള പരാതി ഇവിടുത്തെ ക്രൈസ്തവ സഭയ്ക്കുണ്ട്. സംഗമത്തെക്കുറിച്ച്, ജനിക്കാത്ത കുഞ്ഞിൻ്റെ ജാതകത്തെക്കുറിച്ച് നമ്മൾ പറയേണ്ട. എന്താണ് സംഗമത്തിലൂടെ ഉദ്ദേശിക്കുന്നത്, ആരെയാണ് അവിടെ പ്രതീക്ഷിക്കുന്നത്, ഇതൊന്നും അറിയാത്തിടത്തോളം കാലം നമ്മൾ അതേക്കുറിച്ച് അഭിപ്രായം പറയേണ്ട കാര്യമില്ല. വിവരങ്ങളുമായി നിഖിൽ അളവൂരാണ് ചേർന്നത്. നിഖിൽ, എന്തായാലും അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഈ ഒരു ന്യൂനപക്ഷ സെമിനാറിനെതിരെ, സർക്കാരിനെതിരെ ഇപ്പോൾ പാംബ്ലാനി ഉന്നയിച്ചിരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്? പ്രധാനമായും തലശ്ശേരി ബിഷപ്പിന്റെ വിമർശനം ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ സർക്കാർ ക്രിയാത്മകമായ ഇടപെടൽ നടത്തുന്നില്ല, നീതിപൂർവമായ തീരുമാനങ്ങൾ ഈ ന്യൂനപക്ഷത്തിന്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ന്യൂനപക്ഷ സെമിനാർ പോലുള്ള പരിപാടികൾ നടത്തുന്നത് ആത്മാർത്ഥതയില്ലാത്ത നീക്കമാണ് എന്നതാണ് തലശ്ശേരി ബിഷപ്പ് സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന ഏറ്റവും രൂക്ഷമായത് എന്ന് തന്നെ പറയാവുന്ന വിമർശനം. ഇന്ന് ഈ പരാമർശം നടത്തിയ സന്ദർഭം കൂടി പറഞ്ഞു പോകേണ്ടതുണ്ട്. കാരണം കത്തോലിക്ക ടീച്ചേഴ്സ് ഗിൽഡ് നടത്തിയ ഒരു പ്രതിഷേധ പരിപാടിയുടെ ഉദ്ഘാടനത്തിന് ശേഷമാണ് ബിഷപ്പ് ഇത്തരമൊരു പരാമർശം നടത്തുന്നത്. ഈ ക്രൈസ്തവ മാനേജ്മെന്റുകൾക്ക് കീഴിലുള്ള സ്കൂളുകളിലെ അധ്യാപകർക്ക് കൃത്യമായ വേതനം ലഭിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു ആ പ്രതിഷേധം. അത് അദ്ദേഹം ഈ പ്രതികരണത്തോടൊപ്പം ചേർത്ത് പറയുകയാണ്. അതായത് ഈ ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് പോലും കൃത്യമായ ശമ്പളം നൽകാൻ സർക്കാർ തയ്യാറാകുന്നില്ല. ഇത്തരത്തിൽ സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ പലതും ന്യൂനപക്ഷങ്ങൾക്ക് നീതിപൂർവമായ കാര്യങ്ങൾ അല്ല. ജോലി ചെയ്ത ക്രൈസ്തവ അധ്യാപകർക്ക് മാത്രം ശമ്പളം ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം നിലനിൽക്കുമ്പോൾ സർക്കാർ ഇങ്ങനെ ന്യൂനപക്ഷ സെമിനാർ എന്നൊക്കെ പറഞ്ഞ് നടത്തുന്നത് ആത്മാർത്ഥതയില്ലാത്ത നീക്കമാണ് എന്ന് ബിഷപ്പ് വിമർശിക്കുന്നു. അതിനൊപ്പം തന്നെ മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത്, ആരെയാണ് ഈ സെമിനാറിലേക്ക് പ്രതീക്ഷിക്കുന്നത്, എന്തിനാണ് ഇത്തരത്തിലൊരു ന്യൂനപക്ഷ സെമിനാർ നടത്തുന്നത്, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലും വ്യക്തത വന്നിട്ടില്ല. അങ്ങനെ ഒരു വ്യക്തതയില്ലാത്ത കാര്യമായി ന്യൂനപക്ഷ സെമിനാർ നിൽക്കുകയാണ്. ജനിക്കാത്ത കുഞ്ഞിനെ കുറിച്ച് നമ്മൾ കൂടുതൽ സംസാരിക്കുന്നത് എന്തിനാണ് എന്ന് കൂടി ബിഷപ്പ് ചോദിക്കുന്നുണ്ട്. ശരി നിഖിൽ.